അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇഡ്ഡലിയാണ്. ഒട്ടുമിക്ക വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇഡ്ഡലി. പലവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ മോൾഡിൽ നിന്ന് കിട്ടില്ല, അല്ലെങ്കിൽ ഉള്ളി വേവത്തില്ല, അങ്ങനെ പല റീസണും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേര് അതൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഇടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഇത് കണ്ടിട്ട് അതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ദോശപ്പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ദോശ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ഇത് കുതിർന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുതിർന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ വരെ കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഇഡ്ഡലിക്ക് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഉഴുന്നും അതുപോലെ ഈ ഒരു പച്ചരിയും ഒരു ഏകദേശം 2 മണിക്കൂറോളം നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് ആദ്യം നമുക്ക് ഉഴുന്ന് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കരുത്, 2 സെക്ഷനാക്കിയിട്ട് പകുതിയായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഉഴുന്ന് മൊത്തമായിട്ട് ഞാനിവിടെ 2 ഭാഗമായിട്ട് പകുതിയാക്കിയിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി അരച്ചു കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് അരച്ച് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ബാക്കി വന്ന മറ്റേ പകുതി അരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബസ്മതി അരി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് അരച്ചെടുക്കാം. ഇനി ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയും നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ആ ഒരു ഉഴുന്ന് അരച്ചതും അരി അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിനെ അടച്ച് വെച്ച് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇഡ്ഡലിയുടെ മോൾഡ് എടുത്ത് അതൊന്ന് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇച്ചിരി ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. എല്ലാത്തിന്മേലും അതുപോലെ ചെയ്തിട്ട് ഓരോ തവി മാവ് എല്ലാ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിൽ വെച്ച് തയ്യാറാക്കുന്ന ഇഡ്ഡലിയുടെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡ് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് വിസിൽ അയച്ച് വെച്ചിട്ട് ഈ ഒരു കുക്കർ നല്ല ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാം. വിസിൽ വെക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു കുക്കറിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്, സൈഡൊന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഇഡ്ഡലി ആയിട്ട് ഈ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉള്ളെല്ലാം നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി വന്ന മാവും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് വെച്ച് ഇഡ്ഡലി എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചോറെല്ലാം അരച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇഡ്ഡലി ശരിയാവാത്തവർ ഇതുപോലെ ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ വരുന്നത് വരെ താങ്ക് യു.